എന്നെ ഉണ്ട് പിന്നെ നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത പാവയ്ക്ക ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും കഴിഞ്ഞ തവണ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? ആ പാവയ്ക്ക വെച്ച് ഞാനിന്ന് അച്ചാറിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാവയ്ക്ക ഈ സൈസിൽ അരിഞ്ഞിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞെരടി ഇങ്ങനെ ഒന്ന് റെഡിയാക്കി അവനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഏകദേശം ഒരാഴ്ചയായിട്ട് അത് ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ഇങ്ങനെ വെള്ളം കണ്ടാവും. ഇത് ശരിക്കും ആ പാവയ്ക്കയുടെ കയ്പ്പ് ഇങ്ങനെ ഊറി വരുന്നതാണ്. അതെനിക്ക് വേണ്ട, കാര്യം അത്ര നല്ല കയ്പ്പായി പാവയ്ക്കൊക്കെ. അപ്പം ഞാനതുകൊണ്ട് അത് കളഞ്ഞിട്ട് ഇതിനെ ഒന്നുകൂടി വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് ആ പാവയ്ക്കാണ് ഞാൻ അച്ചാറിടുന്നത്. ചട്ടിയിലാണ് ഇത്തവണ അച്ചാറിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു, എന്നിട്ട് ചൂടായപ്പോഴത്തേക്ക് അതിനകത്തേക്ക് കടുകിട്ടു, പിന്നെ നമ്മുടെ ഫെനുഗ്രീക്ക് ഇട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ കറിവേപ്പില അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ച നമ്മുടെ പച്ചമുളകുണ്ട്, പിന്നെ ഗാർലിക്ക്, പിന്നെ ഇഞ്ചി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ടു. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത്, ഇത് പക്ഷേ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് അല്ല കേട്ടോ. ഇത്തവണ ഞാൻ നാട്ടിൽ നിന്ന് പോയപ്പോൾ ഏട്ടൻ്റെ അമ്മ തന്നു വിട്ടതാണ് കായം. കണ്ടോ, ഏട്ടൻ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പയറൊക്കെ എല്ലാം ഹാർവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ക്ലോവ് ഇവിടെ ഒരു ടയറൊക്കെ വെച്ച് ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഒന്ന് ഏകദേശം മുരിഞ്ഞു വന്നു. അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ നമ്മളെല്ലാം ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന മുറിച്ച് വെച്ചിരുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, ആ പാവയ്ക്കയും കൂടി ഇട്ടിട്ട് സാമാന്യം നന്നായിട്ടൊന്ന് ഇങ്ങനെ വെരി ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ അതിനെ ഒന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ കുറച്ച് മറ്റേ ഫെനുഗ്രീക്കിൻ്റെ പൊടിയും കൂടി ഇട്ടു. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ഒന്ന് ഫുൾ മിക്സായി വരുമ്പോഴാണ് ഹിയർ ഈസ് മൈ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. എന്താണെന്നല്ലേ, കുറച്ച് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് ചെറിയൊരു കൊഴുപ്പ് കിട്ടാനാണ്. ഇതിൻ്റെ നേരെ പുറകെ നമ്മൾ വിനാഗിരി ഒഴിക്കണം. ആക്ച്വലി ഞാൻ മിന്നുവിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ വിനാഗിരിയാണ്. ആക്ച്വലി ഞാനത് ഏകദേശം മുഴുവൻ ഉപയോഗിച്ചു അത് ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടി അതൊന്ന് വേവിച്ചെടുക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളി അച്ചാർ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ബൈ.